ജോസഫ് സി മാത്യു, ഇതിൽ നിന്ന് സർക്കാരിൻ്റെ വാദം അങ്ങ് കേട്ട് കാണുമല്ലോ. മന്ത്രി പി രാജീവ് ഈ വിഷയത്തിൽ നിന്ന് പ്രതികരിച്ചത് ടീകോമിൻ്റെ താല്പര്യമനുസരിച്ചാണ് ഈ പിന്മാറ്റം, സർക്കാരല്ല പിന്മാറാൻ തീരുമാനിച്ചത് എന്നതാണ് ധ്വനി. പക്ഷേ ടീകോം പിന്മാറാൻ തീരുമാനിച്ചാൽ നഷ്ടപരിഹാരം എങ്ങനെയാണ് സർക്കാർ കൊടുക്കുക എന്ന് അങ്ങ് ഇന്നലെ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തവുമാണ്. പക്ഷേ പി രാജീവ് പറയുന്നത് മാധ്യമങ്ങളടക്കം കരാർ വായിച്ചു നോക്കണം, ടീകോമിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാൻ കരാറിൽ വ്യവസ്ഥയില്ല എന്നാണ്. യഥാർത്ഥത്തിൽ ടീകോം പിന്മാറാൻ അറിയിച്ചാൽ എങ്ങനെയാണ് നമ്മുടെ സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരിക? അരുണ, അത് നിങ്ങൾ മിനിസ്റ്ററോട് തന്നെ ചോദിക്കേണ്ടതാണ്. പബ്ലിക് ഡൊമൈനിലുള്ള ഈ കരാറ് നിങ്ങൾ വായിച്ചു നോക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. വായിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായി വായിക്കണം. അപ്പോൾ ഒരു കാരണവശാലും രണ്ട് തരത്തിലാണ്. ഒന്ന്, ഇതിൽ കരാറിൽ രണ്ട് പാർട്ട്നേഴ്സ് തമ്മിലുള്ള കരാറാണ്. ഒന്ന് ഗവൺമെൻറ് ഓഫ് കേരളയും ടീകോമും തമ്മിലുള്ള കരാറാണ്. അപ്പോൾ ഈ കരാർ അനുസരിച്ച് നമ്മൾ ഈ സ്മാർട്ട് സിറ്റി പദ്ധതി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മളും അവരും കൂടെ ഉള്ള ഒരു ജോയിൻറ്റ് വെഞ്ചർ സ്മാർട്ട് സിറ്റി എന്ന കമ്പനിക്കാണ്. പക്ഷേ അവിടെ കെട്ടിടം നിർമ്മിക്കുകയും IT കെട്ടിടം നിർമ്മിക്കുകയും അവിടെ ജോലി തരികയും ഒക്കെ ചെയ്യേണ്ട ബാധ്യത സ്മാർട്ട് സിറ്റിക്കല്ല, ടീകോമിനാണ്. അതായത് ഈ ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയിലെ 84% ഓഹരി പങ്കാളിയായിട്ടുള്ള ടീകോമിൻ്റെ ബാധ്യതയാണ്. അപ്പോൾ സ്മാർട്ട് സിറ്റി എന്നുള്ള പ്രോജക്റ്റ് ആ കമ്പനിക്ക് നമ്മൾ ആ പദ്ധതി ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിലും അത് ഏൽപ്പിച്ചു കൊടുക്കുന്നത് അതിലെ പ്രധാന പങ്കാളിയായിട്ടുള്ള ടീകോം ഭൂ ഉടമയായിട്ടുള്ള ഇവിടുത്തെ സർക്കാരുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അവിടെ അവർ നമ്മളോട് ആവശ്യപ്പെട്ട നമ്മളുടെ ചില ബാധ്യതകളുണ്ട്. അത് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുക, അവിടേക്കുള്ള റോഡ് സൗകര്യം കൊടുക്കുക, അവിടേക്ക് വൈദ്യുതി കൊടുക്കുക, അവിടേക്ക് വെള്ളം കൊടുക്കുക, ഇത്തരം ചില കാര്യങ്ങളുണ്ട്. ഇതെല്ലാം സാധിച്ചു കഴിയുമ്പോഴാണ് ഈ പദ്ധതി ആരംഭിക്കുക. അതിന് യഥാർത്ഥത്തിൽ ഇവിടെ ഉപയോഗിക്കുന്ന ക്ലോസിംഗ് ഡേറ്റ് എന്നാണ്. ക്ലോസിംഗ് ഡേറ്റ് എന്നുള്ള പദം നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്സിൻ്റെ ക്ലോസിംഗ് ഡേറ്റാണ്. അതാണ് Day 1 ഓഫ് ദി പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇവർ ആദ്യഘട്ടത്തിൽ ടീകോം ചെയ്തുകൊണ്ടിരുന്നത് ഇതുവരെ ക്ലോസിംഗ് ഡേറ്റ് ആയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ 3 MLD വെള്ളം വേണമെന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ അതിൻ്റെ അർത്ഥം 3 MLD വരെ വെള്ളം വേണം എന്നാണല്ലോ. അവിടെ ആളില്ലാത്ത ദിവസവും അവിടെ കൊണ്ട് 3 MLD വെള്ളം ഒഴുക്കിക്കളയണം എന്നല്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ സമയം നീട്ടിക്കിട്ടാനുള്ളൊരു ശ്രമമാണ് അവർ തുടക്കത്തിൽ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ പോട്ടെ, നമ്മുടെ വിഷയത്തിലോട്ട് വന്നാൽ സർക്കാരിൻ്റെ ഈ പറയുന്ന ബാധ്യതകളിൽ സർക്കാർ വീഴ്ച വരുത്തിയാൽ ടീകോമിൻ്റെ മുന്നിൽ ഇതൊഴിഞ്ഞു പോകാനുള്ള 3 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ കമ്പനി പൂർണ്ണമായിട്ട് അവർ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ കമ്പനി പൂർണ്ണമായിട്ട് ഗവൺമെൻറ്റിന് വിട്ടുകൊടുക്കുക, അതുമല്ലെങ്കിൽ അവരന്ന് വരെ ചിലവഴിച്ച തുക എത്രയാണോ ആ തുക സർക്കാരിൽ നിന്ന് വാങ്ങിക്കൊണ്ട് അവർ പിന്മാറിപ്പോവുക. ഇതാണ് ഒരു വ്യവസ്ഥ. ഇതിലേത് വേണം എന്ന് എക്സസൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഡിഫോൾട്ട് വരുത്തിയ അല്ലെങ്കിൽ ഇതിൽ വീഴ്ച വരുത്തിയ കേരള ഗവൺമെൻറ്റിനല്ല, വീഴ്ചയുടെ തിക്താനുഭവം അനുഭവിച്ച ടീകോമിനുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്തൊരു ക്ലോസാണ് കരാറിൻ്റെ ഭാഗമായിട്ട്. 7.2 എന്നുള്ള വ്യവസ്ഥ നേരത്തെ ഉണ്ടായിരുന്നില്ല, അത് നമ്മൾ ആഡ് ചെയ്തതാണ്. അപ്പോൾ അത് നമ്മളെന്ന് പറഞ്ഞാൽ LDF സർക്കാർ എന്ന് ആഡ് ചെയ്തതാണ്. നമ്മൾ ആ ക്ലോസിലേക്ക് എത്തിയതുകൊണ്ടാണ് ഇന്ന് VD സതീശൻ പറഞ്ഞത് അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മറ്റൊരു ക്ലോസ് കൂടി ഉണ്ടായിരുന്നു. അതായത് 5 വർഷം കഴിയുമ്പോൾ, 7 വർഷം കഴിയുമ്പോൾ, 9 വർഷം കഴിയുമ്പോൾ എത്രയെത്ര കാര്യങ്ങൾ ടീകോം ചെയ്തു, എത്ര തൊഴിലുകൾ കൊടുത്തു. അന്ന് ഉറപ്പ് നൽകിയ തൊഴിലിനും കുറച്ചുള്ള ഓരോ തൊഴിലിനും 6000 രൂപ നഷ്ടപരിഹാരം ഇങ്ങോട്ട് കൊടുക്കാനുള്ള വ്യവസ്ഥയുണ്ടായിരുന്നു. അതന്ന് VSൻ്റെ കാലത്ത് ഒഴിവാക്കിക്കൊണ്ടാണ് മറ്റൊരു പുതിയ ക്ലോസ് കൂടി അതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് എന്നാണ്. അതെല്ലാം തെറ്റാണ്. അത് ഒന്നീ മറന്നിട്ട് പറയുകയാണല്ലേ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന കരാറെന്ന് പറയുന്നത് ഭൂവിൽപ്പനയ്ക്ക് വേണ്ടിയുള്ള കരാറായിരുന്നു. ഇപ്പോഴും ഒരു ഡിബേറ്റിന് ഞാൻ പൂർണ്ണമായി തയ്യാറാണ്. കാര്യം അന്നത്തേനേക്കാൾ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. അവിടെ നിൽക്കുന്ന ഇൻഫോ പാർക്ക് എന്നുള്ളത് അന്നത്തെ ഭൂകച്ചവടത്തിൻ്റെ വ്യക്തമായ സംസാരിക്കുന്ന തെളിവാണ്. നിങ്ങൾ ഇൻഫോ പാർക്ക് അവർക്ക് വിട്ടുകൊടുക്കുകയും ഇൻഫോ പാർക്ക് ഉൾപ്പെടുന്ന സ്ഥലത്ത് 33,300 ജോലി സൃഷ്ടിക്കപ്പെടുകയും ചെയ്താൽ 100 ഏക്കർ സ്ഥലം സൗജന്യമായി കൊടുക്കുന്ന പദ്ധതിയായിരുന്നു അത്. നിങ്ങൾ ഇൻഫോ പാർക്ക് എന്ന് പറയുന്ന സർക്കാർ നട്ടു വളർത്തിയ സ്ഥലം
അതിൻ്റെ സ്വാഭാവിക വളർച്ചയിൽ തന്നെ ഇപ്പോൾ 60,000-നും 70,000-നും ഇടയ്ക്ക് ജോലിയിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പകുതി നേടിയാൽ തന്നെ ഇവർക്ക് ഭൂമി വിൽക്കാമെന്ന് പറഞ്ഞാൽ ഇവർ പിന്നെ എന്നാ ചെയ്യാനാണ് ഇവരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നേ? ആ ജോലിയിൽ ആ ഇൻഫോ പാർക്കിൽ സൃഷ്ടിക്കപ്പെടുന്നത് 33,000 ജോലിയിൽ 1,000 ജോലി അല്ലെങ്കിൽ 10,000 ജോലി കുറവ് വന്നാൽ അതിന് 6,000 രൂപ വെച്ച് നമുക്ക് തരും എന്നാണ് പറഞ്ഞിരുന്നത്. ഒന്ന്. രണ്ടാമത് അത് പറയാനുള്ള സാഹചര്യം എന്താണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ 33,300 എന്നുള്ള കണക്കിൻ്റെ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് അന്നത്തെ IT പോളിസിയിൽ ഭൂ ഉപയോഗം കുറയ്ക്കാനുള്ളൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. അതായത് 100 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനം 30 സെൻറ്റ് സ്ഥലമേ കൺസ്യൂം ചെയ്യുന്നുള്ളൂ എങ്കിൽ ആ സ്ഥാപനത്തിന് ഒരു ഇൻസെൻറ്റീവ് കൊടുക്കും. അതെന്താണെന്ന് പറഞ്ഞാൽ അവരുടെ വസ്തുവിൻ്റെ വാങ്ങിയ വില അല്ലെങ്കിൽ ഒരു ജോലിക്ക് 6,000 രൂപ വെച്ച് നോക്കിയിട്ട് അതിലേതാണോ കുറവ് അത് അവർക്ക് കൊടുക്കും എന്നുള്ളതാണ് വ്യവസ്ഥ. ഈ വ്യവസ്ഥ എടുത്ത് 100 ഏക്കർ സ്ഥലം സൗജന്യമായി കൊടുക്കണമെങ്കിൽ എത്ര ജോലി സൃഷ്ടിക്കും എന്ന് പറയണം എന്നാണ്. അങ്ങനെ അത് സൃഷ്ടിച്ചതല്ല, സൃഷ്ടിക്കുമെന്ന് പറയണം എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്തതാണ് 33,333. ഇതാണ് കണക്ക്. അപ്പോൾ ഭൂമിയുടെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി IT പോളിസിയിൽ കൊണ്ടുവന്ന ക്ലോസ് ഉപയോഗിച്ചുകൊണ്ട് ഭൂമി കച്ചവടത്തിന് മറപിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയിപ്പിക്കാതിരിക്കുകയാണ് നല്ലത്. അതുകൊണ്ട് ഇൻഫോ പാർക്ക് അവിടെ നിൽക്കുമ്പോഴത്തോളം കാലം ഈ ജാള്യതയിൽ നിന്നുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. ഇങ്ങനെ വാരിക്കോരി നിക്ഷേപകർക്ക് കൊടുക്കുന്നതാണ് നിക്ഷേപ സൗഹൃദം എന്ന് പറഞ്ഞതിൻ്റെ പള്ളക്ക് കിട്ടിയ അടിയാണ് ഇപ്പോൾ ഇൻഫോ പാർക്ക് അവിടെ നിൽക്കുന്നതും ഒരു മതിലിൻ്റെ ഇപ്പുറത്ത് ഈ കൊട്ടി ഘോഷിച്ചു കൊണ്ടുവന്നിരുന്നവർ പരാജയപ്പെടുകയും ചെയ്തത്. കോവിഡ് പറയാൻ പറ്റത്തില്ല, പ്രളയം പറയാൻ പറ്റത്തില്ല, ലോകത്തൊന്നും പറയാനൊക്കത്തില്ല, ഒരേ സാഹചര്യത്തിൽ പ്രവർത്തിച്ചില്ല. പക്ഷെ നമ്മുടെ വിഷയം അതല്ല. അന്ന് ഇതിനെ തുറന്നു കാണിക്കുന്ന സമീപനമെടുത്ത LDF ഇന്ന് എത്തി നിൽക്കുന്ന പൊസിഷൻ ഏതാണെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. കരാറിൽ നമ്മൾ പൊരുതി നേടിയ വ്യവസ്ഥ ഉപയോഗപ്പെടുത്താതെ മറിച്ച് അവർക്ക് പാരിതോഷികം കൊടുത്ത് വിടുകയാണെന്നൊരു സർക്കാർ പറഞ്ഞാൽ ഈ സർക്കാരിനെ ഇടതുപക്ഷ സർക്കാർ എന്നൊക്കെ വിളിക്കുന്നവരെ തല്ലണം എന്നാണ് ഞാൻ പറയുന്നത്. Debate with Dr. Arun Kumar.